Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ലോക പരിസ്ഥിതി ദിനാചരണത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്ത് അങ്കമാലി നഗരസഭ. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ചെയർമാനും കൗൺസിലർമാരും വൃക്ഷത്തൈകൾ നടുകയും പച്ചക്കറി തോട്ടം ഒരുക്കുകയും ചെയ്തു. ആവശ്യകത എല്ലാവരെയും കൂട്ടിപ്പിടിച്ചതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്നുള്ളത്. എല്ലാ സ്കൂളുകളിലും എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും പ്രത്യേകം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന സെന്റ് ജോസഫ് സ്കൂളിലെ അഡ്മിനിസ്ട്രേഷന് പ്രത്യേകം നന്ദി. ഡെപ്യൂട്ടി ചെയർമാൻ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, DPC മെമ്പർ റീത്ത പോൾ, കൗൺസിലർമാരായ സാജു നടുങ്ങാടൻ, ബാസ്റ്റിൻ ഡി പാറക്കൽ, ലിസി പോളി ടീച്ചർ, ജിത ഷിജോയ്, കൃഷി ഓഫീസർ ഓമനക്കുട്ടൻ NT, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൽദോ P, ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ R, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെവിമോൾ ജോസ്, കില റിസോഴ്സ് പേഴ്സൺ P ശശി തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരെ, ഈ സ്കൂളിലെ പ്രധാനാധ്യാപകരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, ഇന്ന് ഈ പെട്ടെന്നാണ് ഈ പരിസ്ഥിതി ദിനം പറഞ്ഞ ചെയർമാൻ എൻ്റെ മണ്ണ്, നമ്മുടെ മണ്ണ്, നമ്മുടെ ഏറ്റവും വലിയ ഭാവി അത് പറഞ്ഞ് ഈ പച്ചത്തുരുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയർമാനെ കൊണ്ട് ഇവിടെ നട്ടിട്ടുണ്ട്. നെല്ലി മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല, പേരയുണ്ട്. ഇന്നിപ്പോൾ നാളാണ് ഈ എല്ലാ വാർഡുകളിലും നടന്നെന്ന് പറഞ്ഞേക്കണേ. ഈ പരിസ്ഥിതി ദിനത്തിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ വാർഡും 23-ാം വാർഡും അതുപോലെ തന്നെ ഈ സ്കൂളും തിരഞ്ഞെടുത്ത